ഹായ് വെൽക്കം ബാക്ക് ടു ഈസി കോഡിംഗ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു ചാപ്റ്റർ നോക്കുകയാണ്. ചാപ്റ്റർ 12 ഡിസീസസ് ഓഫ് ദ സ്കിൻ ആൻഡ് സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ. ഇതിൻ്റെ കോഡ് റേഞ്ച് വന്നിട്ട് L00 to L99 വരെയാണ്. അപ്പോൾ ഇതിന് മുന്നേ ഉള്ള ക്ലാസ്സുകളുടെയൊക്കെ ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് വൺ പ്രഷർ അൾസർ സ്റ്റേജ് കോഡ്സ്. അപ്പോൾ പ്രഷർ അൾസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം കുറേ കാലമായിട്ട് ബെഡ് റിഡൺ ആയിട്ടുള്ള പേഷ്യൻസ് അല്ലെങ്കിൽ വീൽ ചെയറിലിരിക്കുന്ന പേഷ്യൻസിനൊക്കെ അവരുടെ സ്കിന്നിലോ അല്ലെങ്കിൽ അണ്ടർലൈങ് ടിഷ്യൂലോ ഇഞ്ചുറീസ് ഉണ്ടാവാം ഡ്യൂ ടു പ്രൊലോങ്ഡ് പ്രഷർ ഓൺ ദി സ്കിൻ. അപ്പോൾ അതിനെയാണ് നമ്മൾ പ്രഷർ അൾസർ എന്ന് പറയുന്നത്. ഇനി ഈ പ്രഷർ അൾസറിനെ 4 സ്റ്റേജസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ബേസ്ഡ് ഓൺ ദ സിവിയറിറ്റി അതിനെ 4 സ്റ്റേജസ് ആക്കി തിരിച്ചിട്ടുണ്ട്. സ്റ്റേജ് 1 to സ്റ്റേജ് 4. അതുകൂടാണ്ട് അൺസ്പെസിഫൈഡ് സ്റ്റേജിനും അൺസ്റ്റേജബിൾ സ്റ്റേജിനും തിരിച്ചിട്ടുണ്ട്. അത് വരുന്ന ഗൈഡ് ലൈനിൽ കുറച്ചും കൂടെ വിശദീകരിച്ച് പറയാം. അപ്പോൾ പ്രഷർ അൾസറിൻ്റെ കോഡ് വരുന്നത് L89 ആണ്. ഇത് നമ്മൾ എങ്ങനെയാണ് എടുക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇൻഡെക്സിൽ അൾസർ എടുക്കുക, അൾസറിൽ പ്രഷർ എടുക്കുക. പ്രഷറിൽ നോക്കുമ്പോൾ അതിനകത്ത് ഓരോ സ്റ്റേജസ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഏത് സ്റ്റേജ് ആണെന്ന് നോക്കിയിട്ട് അതിനകത്ത് സൈറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സ്റ്റേജ് 4 ആണെങ്കിൽ സ്റ്റേജ് 4 അതിനകത്ത് ഇപ്പോൾ ബട്ടക്സ് ആണെങ്കിൽ ബട്ടക്സ് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള കോഡ് കിട്ടും. എന്നിട്ട് നമ്മളത് ടാബുലർ ലിസ്റ്റിൽ കൺഫേം ചെയ്യുക. അങ്ങനെയാണ് കോഡ് എടുക്കേണ്ടത്. ഒരു എക്സാമ്പിൾ നോക്കാം. സ്റ്റേജ് 3 പ്രഷർ അൾസർ ലെഫ്റ്റ് ആംഗിൾ 6x7 cm ദാറ്റ് ഇൻവേർട്സ് ദ ഫേഷ്യ. സ്റ്റേജ് 2 പ്രഷർ അൾസർ ഓഫ് ദ ലെഫ്റ്റ് ഹിപ്പ്. അപ്പോൾ ഈ കേസിൽ 2 പ്രഷർ അൾസേഴ്സ് ആണുള്ളത്. സ്റ്റേജ് 3 പ്രഷർ അൾസറും ഉണ്ട്, സ്റ്റേജ് 2 പ്രഷർ അൾസറും ഉണ്ട്. സ്റ്റേജ് 3 പ്രഷർ അൾസർ ഉള്ളത് ലെഫ്റ്റ് ആംഗിളിലാണ്, സ്റ്റേജ് 2 പ്രഷർ അൾസർ ഉള്ളത് ലെഫ്റ്റ് ഹിപ്പിലാണ്. അപ്പോൾ നമ്മളിത് അൾസറിൽ പ്രഷർ എടുക്കുക, പ്രഷറിൽ സ്റ്റേജ് 3 എടുക്കുക, സ്റ്റേജ് 3യിൽ ആംഗിൾ നോക്കുമ്പോൾ ലെഫ്റ്റ് ആംഗിൾ എന്നുള്ളത് എടുക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കോഡ് കിട്ടും. അതുപോലെ തന്നെ അടുത്ത പ്രഷർ അൾസറിൻ്റെയും കോഡ് എടുക്കുക. ഇപ്പം നമുക്ക് എക്സാമിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ അതിന്ന് കറക്റ്റായിട്ടുള്ള കോഡ് സെലക്ട് ചെയ്താൽ മതി. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം സ്റ്റേജ് ശ്രദ്ധിക്കുക, ഏത് സ്റ്റേജ് ആണെന്നുള്ളതും ശ്രദ്ധിക്കുക, ഏത് സൈറ്റ് ആണെന്നുള്ളതും ശ്രദ്ധിക്കുക. ഇതാണ് ഫസ്റ്റ് ഗൈഡ് ലൈനിൽ പറയുന്നത്. നെക്സ്റ്റ് അൺസ്റ്റേജബിൾ പ്രഷർ അൾസേഴ്സ്. അൺസ്റ്റേജബിൾ പ്രഷർ അൾസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു അൾസർ അത് ക്ലിനിക്കലി ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്നില്ല അതിൻ്റെ സ്റ്റേജ്. അങ്ങനെയുള്ള കണ്ടീഷനിലാണ് നമ്മൾ അൺസ്റ്റേജബിൾ പ്രഷർ അൾസർ എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ ദ അൾസർ ഈസ് കവേർഡ് ബൈ എസ്കാർ ഓർ ഹാസ് ബീൻ ട്രീറ്റഡ് വിത്ത് എ സ്കിൻ ഓർ മസിൽ ഗ്രാഫ്റ്റ്. അപ്പോൾ ഈ കണ്ടീഷനിൽ നമുക്കത് ഏത് സ്റ്റേജ് ആണെന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്നില്ല. അത് എസ്കാർ വന്ന് മൂടിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടെ വേറെ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മസിൽ ഗ്രാഫ്റ്റോ അങ്ങനെ എന്തെങ്കിലും വെച്ച് ട്രീറ്റ്മെൻറ്റോ അങ്ങനെ എന്തെങ്കിലും നടത്തിയിട്ടുണ്ടാവും. അപ്പോൾ അത് ഏത് സ്റ്റേജ് ആണെന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു കണ്ടീഷനിലാണ്, ആ ഒരു സ്റ്റേജാണ് നമ്മൾ അൺസ്റ്റേജബിൾ എന്ന് പറയുക. ഇതിൻ്റെ കോഡ് L89 കാറ്റഗറിയിൽ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ലാസ്റ്റ് ക്യാരക്ടർ വരെ 0 ആയിരിക്കും. ഇത് നമ്മൾ ഒരിക്കലും അൺസ്പെസിഫൈഡ് സ്റ്റേജുമായിട്ട് അൺസ്റ്റേജബിൾ നമുക്ക് കൺഫ്യൂഷൻ വരാൻ പാടില്ല. അൺസ്പെസിഫൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡോക്യുമെൻറ്റേഷനിൽ അത് ഏത് സ്റ്റേജ് ആണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള കണ്ടീഷനാണ് അൺസ്പെസിഫൈഡ്. അത് ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ടാവില്ല, ഏത് സ്റ്റേജ് ആണെന്നുള്ളത് ഡോക്യുമെൻ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് നമ്മൾ അൺസ്പെസിഫൈഡ് എന്നെടുക്കും. അൺസ്റ്റേജബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡിറ്റർമിൻ ചെയ്തിട്ടുണ്ടാവില്ല, ക്ലിനിക്കലി എങ്ങനെയാണ് ഏത് സ്റ്റേജ് ആണെന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ളതാണ് അൺസ്റ്റേജബിൾ. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ കൺഫ്യൂഷൻ ഉണ്ടാവരുത്. അപ്പോൾ അൺസ്പെസിഫൈഡിൻ്റെ കോഡ് വരെ L89 കാറ്റഗറിയിൽ തന്നെ ലാസ്റ്റ് ക്യാരക്ടർ 9 ആയിരിക്കും. ഒരു എക്സാമ്പിൾ നോക്കാം. Pressure ulcer of the right lower back documented as unstageable due to the presence of thick eschar covering the ulcer. അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യനിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് അൺസ്റ്റേജബിൾ ആണ്, ക്ലിനിക്കലി ഡിറ്റർമിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല എസ്കാർ ഉള്ളത് കൊണ്ട് ആ അൾസർ കറക്റ്റായിട്ട് ഏത് സ്റ്റേജ് ആണെന്ന് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം L89 കാറ്റഗറിയിലായിരിക്കും കോഡ് വരിക, അതിൻ്റെ ലാസ്റ്റ് ക്യാരക്ടർ 0 ആയിരിക്കും നമുക്കറിയാം. അപ്പോൾ എക്സാമിന് നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസ്, അതായത് ഇപ്പോൾ ലാസ്റ്റ് ക്യാരക്ടർ 0 വരാത്ത ബാക്കിയുള്ള ഓപ്ഷൻസ് ഒക്കെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഡോക്യുമെൻറ്റഡ് പ്രഷർ അൾസർ സ്റ്റേജ്. അപ്പോൾ ഇതിലെന്താ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെയുള്ള എക്സാമ്പിൾസൊക്കെ നോക്കിയപ്പോൾ ക്വസ്റ്റ്യനിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട് ഏത് സ്റ്റേജ് ആണെന്നുള്ളത്. സ്റ്റേജ് 1 ആണോ 2 ആണോ 3 ആണോ 4 ആണോ അല്ലെങ്കിൽ ഏത് സ്റ്റേജ് ആണെന്നുള്ളത് കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ അത് കറക്റ്റായിട്ട് സ്റ്റേജ് പറയുന്നുണ്ടാവില്ല. ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും പറയുന്നുണ്ടാവുക, പാർഷ്യൽ തിക്നെസ് സ്കിൻ ലോസ് അല്ലെങ്കിൽ ഫുൾ തിക്നെസ് സ്കിൻ ലോസ് അങ്ങനെയൊക്കെ ആയിരിക്കും പറയുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കോഡ് എടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഡെക്സിൽ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ഇൻഡെക്സിൽ പോയിട്ട്
അൾസറിൽ പ്രഷർ എടുക്കുക, പ്രഷറിൽ സ്റ്റേജ് എടുക്കുക. അപ്പോൾ ഓരോ സ്റ്റേജിൻ്റെയും സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റേജ് 1 നോക്കുകയാണെങ്കിൽ അതിൻ്റെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് പ്രീ അൾസർ സ്കിൻ ചേഞ്ചസ് ലിമിറ്റഡ് ടു പെർസിസ്റ്റന്റ് ഫോക്കൽ എഡിമ. അതുപോലെ സ്റ്റേജ് 2 നോക്കുകയാണെങ്കിൽ അതിനകത്ത് സൈഡിൽ കൊടുത്തിട്ടുണ്ട് അബ്രാഷൻ, ബ്ലിസ്റ്റർ, പാർഷ്യൽ തിക്നസ് സ്കിൻ ലോസ് ഇൻവോൾവിംഗ് എപ്പിഡെർമിസ് ആൻഡ് ഡെർമിസ് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ സ്റ്റേജ് 3ലും സ്റ്റേജ് 4ലും ഒക്കെ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ ഇങ്ങനെയുള്ള ക്ലിനിക്കൽ ഡോക്യുമെന്റേഷൻ ആയിരിക്കും ഇങ്ങനെ പാർഷ്യൽ തിക്നസ് അല്ലെങ്കിൽ ഫുൾ തിക്നസ് അങ്ങനെയുള്ള ടേംസ് ആയിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ ഇൻഡെക്സിൽ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ ആ സ്റ്റേജിൻ്റെ സൈഡിൽ കറക്റ്റായിട്ട് അത് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആൻസർ കിട്ടും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം. ലെഫ്റ്റ് ഹീൽ പ്രഷേഴ്സ് വിത്ത് പാർഷ്യൽ തിക്നസ് സ്കിൻ ലോസ് ഇൻവോൾവിംഗ് ദ ഡെർമിസ്. ഈ ക്വസ്റ്റ്യനിൽ സ്റ്റേജ് ഏതാണെന്നുള്ളത് കറക്റ്റ് കൊടുത്തിട്ടില്ല. ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത് പാർഷ്യൽ തിക്നസ് സ്കിൻ ലോസ് ഇൻവോൾവിംഗ് ദ ഡെർമിസ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇൻഡെക്സിൽ പോയി നോക്കുകയാണെങ്കിൽ സ്റ്റേജ് 2വിൻ്റെ സൈഡിൽ അത് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അബ്രാഷൻ, ബ്ലിസ്റ്റർ, പാർഷ്യൽ തിക്നസ് സ്കിൻ ലോസ് ഇൻവോൾവിംഗ് എപ്പിഡെർമിസ് ആൻഡ് ഡെർമിസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് സ്റ്റേജ് 2വിലാണ് വരിക എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതിന് കറക്റ്റായിട്ടുള്ള കോഡ് സെലക്ട് ചെയ്ത് എഴുതാം. നെക്സ്റ്റ്, പേഷ്യൻസ് അഡ്മിറ്റഡ് വിത്ത് പ്രഷർ അൾസർ ഡോക്യുമെന്റഡ് ആസ് ഹീൽഡ്. ഇങ്ങനെയുള്ള കണ്ടീഷനിൽ നമുക്ക് കോഡിൻ്റെ ആവശ്യമില്ല. കാരണം ഹീൽഡ് ആയിട്ടുള്ള ഒരു പ്രഷർ അൾസറാണ്. ഹീൽഡ് ആയിട്ടുള്ള ഒരു പ്രഷർ അൾസറിന് നമുക്ക് കോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഫോർ എക്സാമ്പിൾ, പേഷ്യൻറ്റ് റിസീവിംഗ് ഫോളോ അപ്പ് എക്സാമിനേഷൻ ഓഫ് എ കംപ്ലീറ്റ്ലി ഹീൽഡ് പ്രഷർ അൾസർ ഓഫ് ദ ഫുഡ്. ഇവിടെ ഈ ഹീൽഡ് പ്രഷർ അൾസറിന് നമുക്ക് കോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ആൻസർ വരിക Z09, അതായത് ആ ഫോളോ അപ്പിന് വേണ്ടിയിട്ടുള്ള കോഡ്. അതുപോലെ തന്നെ Z87.2 പേഴ്സണൽ ഹിസ്റ്ററി ഓഫ് ഡിസീസസ് ഓഫ് ദ സ്കിൻ ആൻഡ് സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ. ഇങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ വരിക. നമുക്ക് ഹീൽഡ് പ്രഷർ അൾസർ ഓഫ് ദ ഫുഡിന് നമുക്ക് കോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ്, പ്രഷർ അൾസർ ഡോക്യുമെന്റഡ് ആസ് ഹീലിംഗ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഇപ്പോൾ ഒരു പേഷ്യൻ്റ് അഡ്മിറ്റ് ആവുന്ന ടൈമിൽ അല്ലെങ്കിൽ വരുന്ന ടൈമിൽ ഒരു ഹീൽഡ് പ്രഷർ അൾസർ ഉണ്ടെങ്കിൽ അതിന് നമ്മൾക്ക് കോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ ഒരു പേഷ്യൻ്റ് അഡ്മിറ്റ് ആവുന്ന ടൈമിൽ ഒരു സ്റ്റേജ് പ്രഷർ അൾസർ ഉണ്ടായിരുന്നു, അത് ഡിസ്ചാർജ് ആവുന്ന ടൈം ആയപ്പോഴേക്കും അത് ഹീൽഡായി. അങ്ങനെ വരുന്ന കണ്ടീഷനിൽ അഡ്മിറ്റ് ആയ ടൈമിൽ ഏത് സ്റ്റേജ് ആണോ ആ പ്രഷർ അൾസർ, ഏത് സൈറ്റ് ആണോ അതിൻ്റെ കറക്റ്റ് കോഡ് ഇടണം. അഡ്മിറ്റ് ആവുന്ന ടൈമിലുള്ള കോഡ് ഇടണം. അതാണ് ഈ ഗൈഡ് ലൈനിൽ പറയുന്നത്. നെക്സ്റ്റ്, പേഷ്യൻ്റ് അഡ്മിറ്റഡ് വിത്ത് പ്രഷർ അൾസർ ഇവോൾവിംഗ് ഇൻ ടു അനദർ സ്റ്റേജ് ഡ്യൂറിങ് ദ അഡ്മിഷൻ. അതായത് പേഷ്യൻ്റ് അഡ്മിറ്റ് ആവുന്ന ടൈമിൽ ഒരു പ്രഷർ അൾസർ ഉണ്ടായിരുന്നു, അത് ഡ്യൂറിങ് ദ ഹോസ്പിറ്റൽ സ്റ്റേ അത് കൂടുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ 2 കോഡ്സ് ഇടണം. ഫസ്റ്റ് അഡ്മിഷൻ്റെ ടൈമിലുള്ള കോഡ് ഇടുക, അഡ്മിഷൻ്റെ ടൈമിലുള്ള സ്റ്റേജ് അത് കോഡ് ചെയ്യുക. രണ്ടാമത് അതിൻ്റെ ഹയർ സ്റ്റേജിനും കോഡ് ചെയ്യണം. നെക്സ്റ്റ്, pressure-induced deep tissue damage. For pressure-induced deep tissue damage or deep tissue pressure injury, assign only the appropriate code for pressure-induced deep tissue damage. അതായത് അതിൻ്റെ കോഡ് വരിക L89.6. അതിൻ്റെ ലാസ്റ്റ് ക്യാരക്ടർ 6 ആയിരിക്കും. L89 കാറ്റഗറിയിൽ തന്നെ അതിൻ്റെ ലാസ്റ്റ് ക്യാരക്ടർ 6 ആയിരിക്കും. അപ്പം നമ്മൾ ലാസ്റ്റ് ക്യാരക്ടേഴ്സ് നമുക്ക് ശ്രദ്ധിക്കണം. അതായത് നമുക്കറിയാം പ്രഷർ അൾസറിൻ്റെ കോഡ് വരുന്നത് L89 ആണ്. ഇപ്പോൾ ലാസ്റ്റ് ക്യാരക്ടർ 0 ആണ് എന്നുണ്ടെങ്കിൽ അൺസ്റ്റേജബിൾ പ്രഷർ അൾസർ ആയിരിക്കും. ലാസ്റ്റ് ക്യാരക്ടർ 9 ആണെങ്കിൽ അൺസ്പെസിഫൈഡ് പ്രഷർ അൾസർ ആയിരിക്കും. ലാസ്റ്റ് ക്യാരക്ടർ 6 ആണ് എന്നുണ്ടെങ്കിൽ അത് പ്രഷർ ഇൻഡ്യൂസ്ഡ് ഡീപ്പ് ടിഷ്യൂ ഡാമേജിൻ്റെ കോഡായിരിക്കും. നെക്സ്റ്റ്, നോൺ പ്രഷർ ക്രോണിക് അൾസേഴ്സ്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പ്രഷർ അൾസേഴ്സ് ആണ് നോക്കിയിരുന്നത്. ഇനി നോൺ പ്രഷർ ക്രോണിക് അൾസേഴ്സ്. ഈ കണ്ടീഷനിൽ കോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഇത് നേരത്തെ പ്രഷർ അൾസറിൻ്റെ പോലെ തന്നെ സെയിം തന്നെയാണ്. എന്നാലും നമുക്ക് ഒന്നുകൂടെ നോക്കാം. പേഷ്യൻസ് അഡ്മിറ്റഡ് വിത്ത് നോൺ പ്രഷർ അൾസേഴ്സ് ഡോക്യുമെന്റഡ് ആസ് ഹീൽഡ്. അങ്ങനെയുള്ള കണ്ടീഷനിൽ കോഡിൻ്റെ ആവശ്യമില്ല. പേഷ്യൻ്റ് അഡ്മിറ്റ് ആവുന്ന ടൈമിൽ ഒരു ഹീൽഡ് നോൺ പ്രഷർ അൾസർ ഉണ്ടെങ്കിൽ അത് കോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. സെക്കൻഡ് വൺ, നോൺ പ്രഷർ അൾസേഴ്സ് ഡോക്യുമെന്റഡ് ആസ് ഹീലിംഗ്. പേഷ്യൻ്റ് അഡ്മിറ്റ് ആവുന്ന ടൈമിൽ ഒരു നോൺ പ്രഷർ അൾസർ ഉണ്ടായിരുന്നു, അത് പിന്നെ അത് ഡിസ്ചാർജ് ആവുന്ന ടൈം ആയപ്പോഴേക്കും അത് ഹീൽഡായി എന്നുണ്ടെങ്കിൽ അഡ്മിഷൻ്റെ ടൈമിലുള്ള നോൺ പ്രഷർ അൾസറിന് മാത്രം കോഡ് ചെയ്താൽ മതി. തേർഡ് വൺ, പേഷ്യൻ്റ് അഡ്മിറ്റഡ് വിത്ത് നോൺ പ്രഷർ അൾസർ ദാറ്റ് പ്രോഗ്രസസ് ടു അനദർ സിവിയറിറ്റി ലെവൽ ഡ്യൂറിങ് ദ അഡ്മിഷൻ. പേഷ്യൻ്റ് അഡ്മിറ്റ് ആവുന്ന ടൈമിൽ ഒരു നോൺ പ്രഷർ അൾസർ ഉണ്ടായിരുന്നു, പിന്നെ അത് അതിൻ്റെ സിവിയറിറ്റി കൂടുകയാണ് എന്നുണ്ടെങ്കിൽ 2 സെപ്പറേറ്റ് കോഡ്സ് ഇടണം. ഒരെണ്ണം
ഫസ്റ്റ് അഡ്മിഷൻ്റെ ടൈമിലുള്ള നോൺ പ്രഷർ അൾസറിനും രണ്ടാമത് അതിൻ്റെ ഹയസ്റ്റ് സിവിയറിറ്റി ലെവലിനും കോഡ് ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ചാപ്റ്ററിലുള്ള ഗൈഡ് ലൈൻസ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.